ലാസ്റ്റ് ഈ കുട്ടി എന്നോട് ചോദിച്ചു 19 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ ഡിവോഴ്സായ ഒരു പെണ്ണായി മാറിയില്ല എന്ന് എന്നോട് ചോദിച്ചത്. നമുക്കത് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന സംഭവമാണത്. ആ ചോദിക്കുന്ന രംഗം നമുക്ക് മനസ്സിലാവുമല്ലോ. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് 19 വയസ്സുള്ള നവവധു മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നിക്കാഹ് കഴിഞ്ഞിട്ട് വരനുമായിട്ട് കുറച്ച് ദിവസങ്ങൾ അവരുടെ വീട്ടിൽ വന്നിട്ട്, കുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് വരൻ താമസിച്ചു എന്ന് പറയുന്നു. അവളുമായിട്ട് കറക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞ സ്ഥിതിയിൽ ഭർത്താവ് വിളിച്ചാൽ പോകേണ്ടത് തന്നെയാണല്ലോ. പക്ഷേ അതിനുശേഷം വിദേശത്ത് പോയതിനു ശേഷം ഈ പയ്യൻ്റെ സ്വഭാവം പാടെ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിലും അവളെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത രീതിയിൽ, കാരണങ്ങളൊന്നുമില്ല, പക്ഷേ കുട്ടിക്ക് സങ്കടം താങ്ങാൻ വയ്യാതെ ഈ കുട്ടിയെ വരൻ്റെ ഉമ്മയുടെ അടുത്ത് പോയിട്ട് ഒരുപാട് പറഞ്ഞു, എന്നെ ഒരിക്കലും ഒഴിവാക്കരുത്, കാല് പിടിക്കുന്ന രീതിയിലാണ് ആ കുട്ടി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. പക്ഷേ ആ ഉമ്മയുടെ മറുപടി ഇതായിരുന്നു: എന്താ 10-20 ദിവസമായിട്ടല്ലേ ഉള്ളൂ, നിക്കാഹല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കൂട്ടിക്കൊടുന്നിട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് എന്നുള്ളൊരു വാക്കാണ് ആ ഉമ്മ കുട്ടിയോട് പറഞ്ഞത്. സങ്കടം സഹിക്ക വയ്യാതെ ആ കുട്ടി ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത. കളറില്ലാന്ന് തോന്നിയത്, കുട്ടിക്ക് കളറില്ല, കളർ കുറവാണ്, കുട്ടി കറുപ്പാണ്. ഞാൻ +2 കണ്ട ഫോട്ടോ, നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു, അതിൽ നീ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു. ഇത് പിന്നെ കളറില്ല, പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ. കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. കുട്ടിയുമായിട്ട് കറക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് പോയതിന് ശേഷം അവളെ താലി ചാർത്തിയ ആ വരൻ പറഞ്ഞത്, നിനക്ക് കളറില്ല. ഒരു കാരണം പറഞ്ഞത്, നിനക്ക് കളറില്ല, ഞാൻ +2 സമയത്ത് കണ്ട ഫോട്ടോയിലത്തെ പോലെ കളറില്ല, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, പിന്നെ ഇനി നമ്മൾ മുന്നോട്ട് പോകില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഇതൊരു തമാശയാണെന്ന് അത്ര വിചാരിച്ചത്. പക്ഷേ പിന്നീട് അവൻ 10-20 ദിവസം കുട്ടിയുമായിട്ട് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിന് ശേഷവും ഈ കുട്ടിയുടെ വീട്ടിൽ വന്ന്, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവദനീയമായ ഒരു ഭാര്യ ആയതിൻ്റെ പേരിൽ വീട്ടിൽ വന്ന് ഇവൻ താമസിച്ചിട്ടുണ്ട്. ഈ വരൻ എന്ന് പറയുന്ന ഈ കാലൻ താമസിച്ചിട്ടുണ്ട്. അവനെ കാലൻ എന്ന് തന്നെ പറയണം. കാരണം നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയെ വിവാഹം അഭ്യർത്ഥിച്ച് ചെന്ന് ആ കുട്ടിയെ വലിയ ആർഭാടത്തോടൊക്കെ കൂടിയിട്ട് നല്ല ഉഷാറായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം, അവൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ അവൻ്റെ താല്പര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ രീതിയിലുള്ള കമൻസുകൾ വന്നിട്ടുള്ളത്. നിനക്ക് കളറില്ല എന്നുള്ളത് അവളോട് പറഞ്ഞ കാര്യമാണ്. കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ വേണ്ടപ്പെട്ട കുടുംബക്കാരൊക്കെ ഈ ഉപ്പയുടെ അടുത്ത്, ഉമ്മയുടെ അടുത്ത്, വരൻ്റെ ഉപ്പയുടെ അടുത്ത്, ഉമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യകാരണങ്ങൾ അന്വേഷിച്ചു. പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ഇതിങ്ങനെ മുന്നോട്ട് പോവില്ല. അവരവരുടെ മകൻ്റെ താല്പര്യം, മകൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പോയിട്ട് പല രീതിയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈക്കോ എന്തെങ്കിലും ആവാം, അവന് ഈ കുട്ടിയുടെ ഭാവിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ എന്നെ ഒഴിവാക്കാൻ ഒരിക്കലും സമ്മതിക്കരുതിട്ടാ, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഉമ്മ, എൻ്റെ ഭാവിയാന്ന് പറഞ്ഞു. മാത്രമല്ല ഈ പൊന്നുമോള് പറഞ്ഞത് 19 വയസ്സായിട്ടുള്ളൂ, ആ 19 വയസ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു വിവാഹമോചിത എന്ന് പറഞ്ഞ് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അപ്പം നല്ല രീതിയിൽ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ വിവാഹം നിക്കാഹ് ചെയ്തിട്ട് കുട്ടിക്ക് കളറില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ ഇവൻ ആരാ? ഇവൻ ഈ ക്രൈംബ്രാഞ്ച് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ പ്രിൻസിപ്പളോ? ഇവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? അത്യാവശ്യം എന്തെങ്കിലും ഒരു മനുഷ്യത്വമുള്ള നോളജ് അവൻ നേടിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയോട് ഈ രീതിയിലുള്ള ക്രൂരത കാണിക്കൂല. കുറച്ചു കാലം ജീവിച്ചാൽ തിരക്കിടില്ല. ഇവൻ 10-20 ദിവസം ഇവിടെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ട് കറങ്ങുന്ന സമയത്തോ അവിടെ ഇവിടെ പോകുന്ന സമയത്തോ അവളുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴോ ഒന്നും അവനക്ക് ഈ വക കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോയി കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മനസ്സ് മാറുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ആരെങ്കിലും വരുമ്പോഴേക്കും ഇതുപോലെ പിടിച്ചു കൊടുത്താൽ ശരിക്കും അവനെക്കുറിച്ച് അന്വേഷിക്കണം. നാട്ടിൽ അന്വേഷിക്കണം, ഗൾഫിൽ അന്വേഷിക്കണം, ഇവരെന്തൊക്കെയാണെന്നുള്ളത്. ഒരു പക്ഷേ ആ കുട്ടി രക്ഷപ്പെട്ടതായിരിക്കാം, അവൻ ഒഴിവാക്കുന്ന സമയത്ത് അത്രയും ഫ്രോഡായിരിക്കാം. ആ ഫ്രോഡിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥയായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ആ കുട്ടി കുറച്ചൊക്കെ ഒരു പക്വതയോട് കൂടിയിട്ട് ഈ കാര്യത്തെ കൈകാര്യം ചെയ്തിരുന്നതിൽ ഒരു പക്ഷേ പിന്നീട് മനസ്സിലാകാമായിരുന്നു ഒരു ഫ്രോഡിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ആ ചെറിയ ആ ഒരു മോളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചത് കൊണ്ടായിരിക്കാം ആ കുട്ടി ലോകത്തിനോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോഴേക്കും പെട്ടെന്ന് കെട്ടിച്ചയക്കണം, ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ പിന്നെ കൊടുത്തയക്കണം എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. നമുക്ക് തന്നെ ക്ലിനിക്കിൽ ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് കൗൺസിലിങ്ങിന് വരാറുണ്ട്. സാറേ, എനിക്കിപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ല, ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുക, സെക്കൻഡ് ഇയർ പഠിക്കുക, അല്ലെങ്കിൽ ഫൈനൽ കഴിയുന്നുള്ളൂ,
എന്തെങ്കിലുമൊക്കെ ഞാനൊരു ജോലി ആവട്ടെ, എനിക്കൊരു ഇരിപ്പിടം ഭദ്രമാവട്ടെ എന്ന് പറയുന്നു. പക്ഷെ പലപ്പോഴും പല രക്ഷിതാക്കൾ അതൊന്നും കേൾക്കാതെ ഇതുപോലുള്ള പാവപ്പെട്ട മക്കളെ, നന്നായി പഠിക്കുന്ന, കോളേജിൽ പോകുന്ന, നന്നായിട്ട് ജീവിക്കുന്ന മക്കളെ ഏതെങ്കിലും ഒരു അന്തമില്ലാത്ത ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് ആ കുട്ടിയുടെ വാല്യൂ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. ഏതെങ്കിലും ഊപ്പ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉടായ്പ ബന്ധങ്ങളിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായ ആളുകളായിരിക്കാം ഈ ഇത്രയും രീതിയിലുള്ള പയ്യന്മാരൊക്കെ. എന്നിട്ട് ഈ കുട്ടികൾക്ക് സങ്കടം താങ്ങാൻ വയ്യാതെയാണ് ഇവർ ജീവൻ അവസാനിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഇംഗ്ലീഷ് അറിയില്ല, കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പീഡനം തന്നെയാണ് അവൻ നടത്തിയിരിക്കുന്നത്. മാനസികമായിട്ടുള്ള പീഡനം മാത്രമല്ല, ആ കുട്ടിയുമായി കറങ്ങി, ആ കുട്ടിയുമായിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി താമസിച്ചു എന്നൊക്കെ പറയുന്നത് നിക്കാഹ് കഴിഞ്ഞതിൻ്റെ പേരിൽ. എന്നിട്ടും ഒരു മനുഷ്യത്വം കാണിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് ഉടനെ ഒഴിവാക്കാൻ, ഒരു വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രം താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ സുഖമില്ലെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് പറ്റുന്നില്ല എങ്കിൽ അതെടുത്ത് ഒഴിവാക്കുന്ന അത്ര നിസ്സാരതയിലാണ് ഈ കുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആ കുട്ടി ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് പോയതാണ്. തൻ്റെ കൂട്ടുകാരികളോട് തൻ്റെ സന്തോഷമുള്ള ജീവിതത്തെക്കുറിച്ച്, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചൊക്കെ വായ്തോരാതെ സംസാരിച്ചതായിരിക്കാം. അവരോട് ഒരുപാട് മധുര ഓർമ്മകൾ ഉണ്ടായേക്കാം. ഇത് ഈ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്നെ ചതിക്കും, എന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്ത് ഗൾഫിൽ പോയതിന് ശേഷം മറ്റൊരു രീതിയിൽ സംസാരിക്കും. ഇതൊന്നും ആ പാവപ്പെട്ട കുട്ടിക്ക് ഒരു പക്ഷെ അറിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ കുട്ടി മനസ്സിൽ സങ്കടം താങ്ങാൻ വയ്യാതെ സമൂഹത്തിന് മുന്നിൽ ഞാൻ എങ്ങനെ ഇറങ്ങും, എൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ ഞാൻ എന്ത് പറയും എന്നുള്ളൊരു സങ്കടം ഉള്ളിൽ വെച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ഒരുപാട് ഈ മനുഷ്യനെ, ഈ ഇവരുടെ ഈ വരനെ വല്ലാതെ മനസ്സുകൊണ്ട് ഒരു പക്ഷേ ഈ കുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇവൻ്റെ ഉള്ളിൽ ഇതുപോലുള്ളൊരു താല്പര്യമാണ് എന്നുള്ളത് ഈ കുട്ടിക്ക് അറിയില്ലായിരിക്കാം. എന്താണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടേ കല്യാണമുള്ളൂ. അപ്പോൾ തൽക്കാലം നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം അവൾ വീട്ടിൽ വന്ന് നിൽക്കട്ടെ, നിക്കാഹ് കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നുണ്ട്. സൂക്ഷിക്കുക, നമ്മളുടെ മക്കളുടെ ഭാവിയാണ് നശിക്കുന്നത്. തൻ്റെ മകളെ തൻ്റെ കൈകളിൽ ഏൽപ്പിച്ച സന്തോഷത്തിലായിരിക്കാം ആ ഉമ്മയും ഉപ്പയും ഒരു പക്ഷേ ഇത്ര ദിവസം ജീവിച്ചിരുന്നത്. പക്ഷേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നടക്കുന്നത് അവർ ലാസ്റ്റാണ് അറിഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്താണെങ്കിലും ആ ഉമ്മയുടെയും ഉപ്പയുടെയും സങ്കടം, നല്ല രീതിയിൽ കോളേജിൽ പോയി നല്ല രീതിയിൽ പഠനം നടത്തി ആ കുടുംബത്തിലെ സന്തോഷത്തിൻ്റെ എല്ലാമായിരുന്ന ആ മകൾ അവരിൽ നിന്ന് ഒരു നിമിഷം മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടപ്പോൾ ജീവിതം അവസാനിപ്പിച്ചു. അവരിൽ നിന്ന് പോയിരിക്കുകയാണ്. പടച്ച റബ്ബ് അവർക്ക് എല്ലാ പൊറുക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ, അതുപോലെ തന്നെ ക്ഷമ കൊടുക്കട്ടെ. ആ പൊന്നുമോൾക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായിട്ട് അത്രയും തളരുമ്പോഴാണ് ഈ രീതിയിലുള്ള മരണത്തെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എന്താണെങ്കിലും ഇതൊന്നിനും പരിഹാരമല്ല. നമ്മളോട് ക്രൂരത കാണിച്ച, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളോട് ഒരു താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കരുത്. അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ഉരുകണം ഇരുന്നിട്ട്, അയ്യോ ഈ കുട്ടിയാണല്ലോ ഞാൻ ഒഴിവാക്കിയത് എന്നുള്ളത്. അതാണ് പ്രതികാരം എന്ന് ഒരു രീതിയിലും മനുഷ്യത്വമില്ലാത്ത ഇതുപോലുള്ള ജന്തുക്കൾക്കൊന്നും വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ, പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ കളയരുത്. ഓരോ വാർത്ത കേൾക്കുന്ന ഉമ്മമാരും തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കുക. ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മക്കളൊന്നും അധികപ്പറ്റല്ല, ഭാരമല്ല എന്ന് നമുക്ക് തോന്നണം. അതുകൊണ്ടാണ് പലപ്പോഴും പല മക്കൾ ഉമ്മയുടെ ഉപ്പയുടെയും കണ്ണും മോറും കാണാൻ വയ്യാതെ പല വിവാഹത്തിലും സമ്മതിക്കുന്നതും സമ്മതിക്കാതിരിക്കുന്നതും. എന്താണെങ്കിലും ആ പ്രിയ സഹോദരിയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ, ആ കുടുംബത്തിന് ശാന്തി നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഉപ്പമാരും ഉമ്മമാരും എല്ലാവരും സൂക്ഷിക്കുക. നമ്മുടെ മക്കൾ നമുക്ക് അധിക ഭാരമല്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ ആ ചിന്ത ഒഴിവാക്കുക. പടച്ച റബ്ബ് നന്മയുള്ള ജീവിതം അവർക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.